ഹലോ ഗൈസ്, നമ്മൾ കുറച്ച് നേരത്തെ എഴുന്നേറ്റ് ഒരു ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത് ഇരിക്കുകയാണ് രാവിലെ തന്നെ. അപ്പം ഇന്ന് എൻ്റെ ആദ്യത്തെ ഒരു വ്ളോഗാണ്. അപ്പം എല്ലാവരും നേരത്തെ തന്നെ എഴുന്നേറ്റ് അപ്പുറം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും തന്നെ ഓൾമോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. കുറച്ച് പേര് താഴെ വെയിറ്റിംഗ് ആണ്. ബാക്കി രണ്ടുപേരും റെഡിയായി ഇറങ്ങാൻ വേണ്ടി തുടങ്ങുകയാണ്. രാവിലെ എന്തോ പൊതിയിട്ട് നമ്മുടെ വണ്ടി ഇതാണ്. നമ്മുടെ വണ്ടി ഞാൻ കയറി അതെന്നാന്ന് വെച്ചാൽ മറ്റേ പേസ് വെച്ചിട്ടുണ്ട് ഡോക്യുമെന്റ് ആയിട്ട്. അതെ, ഏകദേശം 4:32 ടൈമായിക്കാണ്. ഏകദേശം ഇപ്പോൾ ഒരു 3/4 മണിക്കൂറായിട്ടുണ്ട് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത്. പിന്നെ നമ്മൾ കുറച്ച് നേരം പാട്ടൊക്കെ കേട്ട് ഇപ്പം നമ്മളൊരു ഉപ്പുതറ എന്ന് പറയുന്ന സ്ഥലത്ത് റീച്ച് ആയിട്ടുണ്ട്. ഇവിടെ നിന്നൊരു ആളെ കൂടെ കണക്ട് ചെയ്യാറുണ്ട്. ഹലോ എടാ, ഞങ്ങൾ ഇവിടെ വന്നു കോട്ടയത്ത് കൂടി വന്നു. നോക്കൂലേ ഓർക്കിപ്പിച്ചാലൊന്നു ഇപ്പോൾ വരും. വാ, ഹായ്. എടാ, നിനക്കൊരു ഹഗ് തരണമെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. പക്ഷെ ഇവിടെ തണുപ്പായിട്ട് ഇതിൻ്റെ അകത്ത് കയറുന്നതാ. ഏകദേശം നമ്മളൊരു ആദ്യമായിട്ടൊരു നല്ലൊരു നേരം പുലർന്നു വരുന്ന സമയത്ത് ഒരു നല്ലൊരു അടിപൊളി സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. നല്ല മനോഹരമായൊരു അടിപൊളി സ്ഥലമാണ് ഇവിടെ. എല്ലാവരും അത്യാവശ്യം കണ്ടിറങ്ങി നിന്ന് ആ രാവിലത്തെ ഒരു ക്ഷീണം കാരണം എല്ലാവരും ഒരു ഇതായിട്ട് നിൽക്കുന്നതാണ് കാണുന്നത്. ഇതേ നമ്മളൊരു കുറേ പശുക്കൾ വഴിയിൽ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുവാണ്. നമ്മളതിനെ അവരെ ശല്യം ചെയ്യാതെ സൈഡിൽ കൂടെ മാറിപ്പോവാണ്. ഇപ്പം നമ്മൾ ഏകദേശം ഒരു വാഗമൺ റൂട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കണേ. നല്ല ഭംഗിയുള്ള നല്ല രസമുള്ള സ്പോട്ടിൽ കൂടെയാണ് പോകുന്നത്. കുറച്ച് നേരം രണ്ട് സൈഡും കണ്ടുകൊണ്ടിരിക്കാനൊക്കെ നല്ല രസമുള്ള സ്പോട്ടാണിത്. ഏകദേശം നമ്മൾ ആ റൂട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനു മുന്നേ ഞാൻ ഇവിടേക്ക് വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ്. പ്രത്യേകിച്ച് രാവിലെ സമയത്ത് ഇങ്ങനെ രണ്ട് സൈഡും കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഒരുപാട് വിഷ്വലും ഒരുപാട് കാണാനും ഒക്കെ ഉണ്ട്. ഇപ്പം രണ്ട് സൈഡാണ് നല്ല ഭംഗിയുണ്ട്. ഒരുപാട് ഫീൽ ചെയ്ത് നന്നായിട്ട് എൻജോയ് ചെയ്താണ് ആ വഴിയോടെ പോയിക്കൊണ്ടിരിക്കുന്നത്.
നമ്മളിപ്പോൾ ഈ കാണുന്ന നല്ലൊരു സ്പോട്ടാണ്. അങ്ങനെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ ഇവിടെ ഒന്ന് ഇറങ്ങി വിളിച്ചു. കുറച്ച് നേരമൊക്കെ കണ്ട് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വിടുന്നു. അധികം നേരം നിന്നില്ല. അത് വേണ്ട. എന്താ വിഷമിച്ചിരിക്കണേ? ഹലോ ഗൈസ്, നമ്മൾ ഇവിടെ തൊടുപുഴയിൽ എത്തിയിട്ടുണ്ട്. ഹലോ ഗൈസ്, നമ്മളിവിടെ തൊടുപുഴയിലൊരു റെസ്റ്റോറൻറ്റിൽ എത്തിയേക്കാണ്. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. നമുക്ക് ഓരോരുത്തർ പരിചയപ്പെടുത്താം. എന്നാ രാജേഷേ ഒരു ഹായ് പറഞ്ഞേ. വിക്രു ഒരു ഹായ് പറഞ്ഞേ. നല്ല സച്ചിൻ ഒരു ഹായ്. ഹലോ ഗൈസ്, നമുക്കിത് ഫുഡ് കൊണ്ടുവന്നേക്കാണ്. ഇത് നകുലിനും എനിക്കും പൂരിയാണ്. രാജേഷ് വെയിറ്റിംഗ് ആണ്. ഒന്നും കിട്ടിയിട്ടില്ല. നിനക്ക് കിട്ടിയില്ലേ? അവർക്ക് രണ്ടുപേർക്കും മസാല ദോശ. നമ്മളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ഒന്ന് ഓക്കെ ആയിട്ട് പതിയെ വീണ്ടും നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അങ്ങനെ നമ്മൾ രാവിലെ ഒരു കട കണ്ടുപിടിച്ചിട്ടുണ്ട്. നേരത്തെ പ്ലാൻ ചെയ്തായിരുന്നു കുറച്ച് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടർലയിൽ യൂസ്ഫുള്ളായിട്ടുള്ള ഡ്രസ്സ് അങ്ങനെ അധികം പേരുടെ കയ്യിൽ അറിയില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു കട കണ്ടുപിടിച്ചു. അത്യാവശ്യം കോസ്റ്റ് ബെനിഫിറ്റാണ്. കയറി ചെക്ക് ചെയ്തു, യൂസ്ഫുള്ളാണ്, കുഴപ്പമില്ല. അങ്ങനെ സെലക്ട് ചെയ്ത് 2-3 എല്ലാവർക്കും സെലക്ട് ചെയ്തിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി. എവിടെ എത്തിയെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. അതെ ഗൈസ്, മിക്രു ഫോണിൽ എന്തോ വലിയ കാര്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. രാജേഷ് വഴി പറഞ്ഞു കൊടുക്കുമെന്ന് തോന്നണേ. ും കൂടെ എത്തി നമ്മൾ വണ്ടർലോട്ട്. അങ്ങനെ ഗൈസ്, നമ്മൾ വണ്ടർലോട്ട് കയറി പോകാൻ പോവുകയാണ്. ലാസ്റ്റ് നമ്മൾ എത്തിയിരിക്കുന്നു. എല്ലാരും സൗണ്ട് വെക്ക്. ഇത് എന്തൊരു സൗണ്ട് ആടാ. ഇവിടെ തിരക്കൊന്നുമില്ല. നമ്മളെ തിരക്ക് കുറവാണ്. അതങ്ങനെയല്ലെന്ന്, മറ്റേ അകത്തോട്ട് കേറുമ്പോ നമുക്ക് മറ്റേത് ഇടാൻ പറ്റുള്ളൂ. മരമല്ലേ തകർന്നതിനല്ല ബാക്ക് സൈഡ്. അല്ലടാ, അവിടെ ചെന്നിട്ട് മാറാം. കുഴപ്പമില്ല. ഇല്ല, ഒന്ന് ഇറങ്ങിക്കടാ. എടോ അട ഈ ഡോർ തുറക്കടാ. ആ ശരി, ഇത് തുറക്കാൻ ഇവിടെ ഇരിക്കുക. സാധനം മേടിക്കണമെന്നുണ്ടല്ലേ. ചൂട് അത്യാവശ്യം ഉണ്ടാ. ഗൈസ്, നമ്മളങ്ങനെ വണ്ടർലയിൽ റീച്ച് ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ കാറൊക്കെ പാർക്ക് ചെയ്ത് ഇനിയിപ്പോൾ എല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അകത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും അതിനുള്ളൊരു തയ്യാറെടുപ്പാണ്.
ആരും തന്നെ അകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ എവിടെയാണ് എൻ്റെ ഫ്രണ്ട് സൈഡ് നോക്കാൻ വേണ്ടിയിട്ട് പോവാണ്. മിക്കവരും തന്നെ ആദ്യമായിട്ട് വരുന്നൊരു ഫീൽ ആയതുകൊണ്ട് ആർക്കും തന്നെ ഒരു ഹാപ്പിയാണോ? ഒരു മൂകതയായിട്ട് നിൽക്കണേ. ആദ്യമായിട്ട് കയറുന്നതിൻ്റെ കയറി കഴിയുമ്പോൾ വൈബാക്കാം. ഞങ്ങൾക്ക് ഇവന് പിന്നെ ഓൾറെഡി അറിയാവുന്നതുകൊണ്ട് സെറ്റാണേ. ഇതിപ്പോൾ നമ്മൾ ഒരു ലോക്കർ വാങ്ങിക്കാൻ വേണ്ടിയാണ് ഇവിടെ എത്തിയേക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാറിൻ്റെ കീ, ഈ പറഞ്ഞ 2-3 ഫോണ് ഇതൊക്കെ ഒന്ന് ലോക്ക് ചെയ്യുകയാണെങ്കിൽ സേഫായിട്ട് വെക്കാൻ വേണ്ടി ലോക്കർ വാങ്ങിച്ചിട്ടുണ്ട്. അത്യാവശ്യം കോസ്റ്റ്ലി ആണ്, എന്നാലും കുഴപ്പമില്ല. ഇതിൻ്റെ കീ ആയിട്ടാണ് നമ്മൾ കണ്ടേക്കണ ഈ വാച്ച്. അത് നമുക്ക് അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ലോക്ക് അയക്കാനും ലോക്ക് ആക്കാനും ഈസിയാണ്. നമ്മുടെ എൻട്രൻസ് ഏരിയ ആണ്. ഇവിടെ നിന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുക്കാനും കുറേ ആൾക്കാർ കാണാനും ഒക്കെ പറ്റി. എന്നിട്ട് ഇവിടെ നിന്ന് ഇപ്പോൾ എല്ലാവരും കൂടെ ലോക്കറിൻ്റെ അടുത്തോട്ട് പോകുന്ന ആദ്യത്തെ നമ്മൾ ഇത് സ്റ്റാർട്ടാക്കിയിട്ടില്ല. ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ സ്റ്റാർട്ടാവുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് താഴെ ചെന്ന് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് പോവാണ്. ഇപ്പോൾ ഏകദേശം ഒരു 11 മണി ആയിട്ടുണ്ട്. ഇതിപ്പം എല്ലാ റൈഡും തന്നെ ഓൾമോസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ വാട്ടർ റൈഡിൻ്റെ ആ ഒരു അടുത്ത് കൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കണേ. ഇതിപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫോൺ കൊണ്ടുവെക്കാൻ പോകണം. നമ്മൾ എല്ലാ റൈഡും ഒന്നും ക്യാപ്ചർ ചെയ്യുന്നില്ല. കാരണം ഇത് എല്ലായിടത്തും ഫോൺ കൊണ്ട് നടക്കാൻ അത്ര പോസിബിൾ അല്ലാത്തതുകൊണ്ട് എല്ലാവരും എൻജോയ് ചെയ്ത് ഈവനിങ് ടൈം ആകുമ്പോൾ എടുക്കാമെന്ന് വെച്ച് ഞാൻ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ലോക്കറിലോട്ട് പോകുന്ന വഴിയാണിത്. ഏകദേശം ഈവനിങ് ടൈം ആയപ്പോഴത്തേന് എല്ലാവർക്കും നന്നായിട്ട് വിശന്നിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചു. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് എൻഡാണ്.